എളുപ്പവഴി എന്താണ്? ആരുടെയെങ്കിലും മേലെ ആരോപിക്കുക. ഹസ്ബൻഡ് വൈഫിനെ ആരോപിക്കും, ബോസ് താഴെയുള്ള ജോലിക്കാരെ ആരോപിക്കും, താഴെയുള്ള ജോലിക്കാരെ ആരെ ആരോപിക്കും? മുകളിലുള്ള ബോസിനെ. ഇങ്ങനെ നമ്മൾ എല്ലാവരും പരസ്പരം വിരൽ ചൂണ്ടുകയാണ് ചെയ്യണം. ഇനി ആരെയും പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നാളെ ദോഷ. ഇനി അതും അല്ലെങ്കിൽ അവസാന കയ്യിൽ നമ്മൾ ഭഗവാനെ പറയും. വേറെ ആരുടെയും മേലെ ആരോപിക്കാൻ പറ്റാത്തവൻ. ഭഗവാനെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, തിരിച്ചു പറയില്ലല്ലോ. മനുഷ്യരാണെങ്കിൽ പ്രതികരിക്കും, അതേസമയം ഈശ്വരനാണെങ്കിൽ തിരിച്ച് നമ്മളോടൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആരെയും കിട്ടാതെ വരുമ്പോൾ അറ്റകൈക്ക് എന്താ ചെയ്യുക? ഈശ്വരന്റെ മേലെ എല്ലാ ആരോപണങ്ങളും നടത്തണം. പക്ഷേ ആലോചിക്കേണ്ട ഒരു വസ്തുത, ദോഷം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ആളിനെ ദൈവം എന്ന് വിളിക്കൂ, പറയൂ. ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യൻ നമ്മൾ ആരെയാ പറയുക? നല്ല പ്രവൃത്തിയും നല്ല വാക്കും നല്ല പെരുമാറ്റമുള്ള ആള്. ഈശ്വരനെ അമാനുഷിക ശക്തി എന്നല്ലേ പറയണം. നിറവ് പൂർണ്ണത എവിടെയുണ്ടോ, ഒരു കുറവും ഇല്ലാത്ത ആളാണല്ലോ ഈശ്വരൻ. അപ്പൊ പിന്നെ നമുക്ക് ദൈവം ദോഷം ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ദോഷം ചെയ്യുന്ന ആളിനെ ഒരിക്കലും ദൈവം എന്ന് പറയില്ലല്ലോ.